ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു പഴയ ഷർട്ട് വെച്ചിട്ട് എങ്ങനെ ടോട്ട് ബാഗ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇന്നത്തെ നമ്മളൊരു പെയിൻറ്റിങ് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഷർട്ട് എടുത്തിട്ട് ഇതുപോലെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ താഴ്ഭാഗം കുറച്ച് കേർവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് 43x36 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. ഇഞ്ചസിലാണെങ്കിൽ 17x14 ഇഞ്ചസാണ് എടുക്കുന്നത്. അപ്പോൾ ബാഗിനായിട്ടുള്ള ഫ്രണ്ട് ആൻഡ് ബാക്ക് പാനൽസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്ക് പാനലിൽ കുറച്ച് ബട്ടൺസൊക്കെ ഉണ്ട്, അതൊക്കെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബട്ടൺസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക് പാനൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശങ്ങൾ ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് 3 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ബാഗിൻ്റെ സ്ട്രാപ്പിനായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് നമ്മൾ ഈ ഷർട്ടിൻ്റെ സ്ലീവിൽ നിന്നാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ സ്ലീവിൽ നിന്നും ഓരോ സ്ട്രാപ്പായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സ്ട്രാപ്പിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 70x7 സെൻറ്റിമീറ്റർ ആണ്. ഇഞ്ചിലാണെങ്കിൽ 28x3 ഇഞ്ചസാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വന്നപ്പോൾ ഇതുപോലെ ജോയിൻറ്റ് പീസസ് വന്നിട്ടുണ്ട്. അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കറക്റ്റ് ലെങ്ത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നല്ല വശങ്ങൾ ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സ്റ്റിച്ച് ഉള്ളിലോട്ടായിട്ട് വരണം. അതിനായിട്ടൊരു പിന്ന് ഒരു സൈഡിൽ സെക്യൂർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് ഈ പിന്നൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്ട്രാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. ഇനി നമ്മുടെ ബാഗിൽ ഇതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ബാഗ് തിരിച്ചൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. സെയിം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം തന്നെയാണ് ഫ്രണ്ടിൽ കാണുന്നത്. ഇനി ഇത് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് ഈ സ്ട്രാപ്പ് ഇതിൻ്റെ ഇടയിൽ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മടക്കുമ്പോൾ ഉള്ളിലോട്ടാക്കി മടക്കരുത്, പുറത്തോട്ടാക്കി വേണം മടക്കാനായിട്ട്. അപ്പോൾ കുറച്ച് പിന്നൊക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 എൻഡിലും 3 ഇഞ്ചസ് ഗ്യാപ്പിലാണ് നമ്മൾ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഈ സ്ട്രാപ്പിൻ്റെ അവിടെ നമ്മൾ ഒരു ക്രോസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ കാണിക്കാൻ മറന്നുപോയി. ഈ ബാഗ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് പെയിൻറ്റിങ്ങോ എംബ്രോയിഡറിയോ നിങ്ങൾക്ക് അറിയാവുന്ന എന്ത് വേണമെങ്കിലും ചെയ്ത് നമുക്ക് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ പെയിൻറ്റിങ്ങാണ് ചെയ്യുന്നത്. അതിനായിട്ട് മാസ്കിംഗ് ടേപ്പ് ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്യണത്. അപ്പോൾ വൈറ്റ് പേസ് കോട്ട് കൊടുത്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഞാനിവിടെ സ്റ്റെയറിനായിട്ട് നല്ല പെയിൻറ്റിങ് ആണ് കേട്ടോ ചെയ്യണത്. ആ പെയിൻറ്റിങ്ങിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ വരച്ചെടുക്കണം. ഇതാണ് ഞാൻ റെഫർ ചെയ്യുന്ന ഔട്ട്ലൈൻ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇനി നമുക്കിതെങ്ങനെ പെയിൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇതിൽ പെയിൻറ്റിങ് തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എംബ്രോയിഡറി എങ്ങനെയാണെങ്കിലും ചെയ്യാം. നമ്മൾ നേരത്തെ ടോട്ട് ബാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് നമ്മൾ എംബ്രോയിഡറി ആണ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നവർ കണ്ടു നോക്കാം. അതിൻ്റെ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഞാൻ ഒരു കളർ പാലറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്ത കളറാണോ അതൊക്കെ സൈഡിൽ ഇതുപോലെ ബോക്സ് ആയിട്ട് ഇങ്ങനെ കളർ പാലറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ട് ബാഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.